പ്രസവം കഴിഞ്ഞ് എല്ലാ അമ്മമാരുടെയും മെയിൻ കംപ്ലൈൻ്റ് ആണ്, ഡോക്ടറെ കൊച്ചുറങ്ങുന്നില്ല, രാത്രി തീരെ ഉറക്കമില്ല. ഈ അമ്മയ്ക്ക് ഉറക്കം കുറഞ്ഞ് കഴിയുമ്പോൾ സ്ട്രെസ് ഉണ്ടാവാനും ഒരു ദേഷ്യം വരാനും ഫ്രസ്ട്രേറ്റഡ് ആവാനും പിന്നെ പാല് കുറയാനും ഒക്കെ ഒരു കാരണമാണ്. ഇനി കുഞ്ഞുവാവ എന്തുകൊണ്ടായിരിക്കും ഉറങ്ങാത്തത്? അതിന് തീരെ പൊടി കുഞ്ഞുങ്ങൾ, അതായത് ജനിച്ചിട്ട് 2 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങൾ മെയിനായിട്ട് ഉറങ്ങാതിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ പാല് വേണം. അപ്പോൾ ആ ഫീഡിന് എണീക്കുന്നതായിരിക്കാം അത്. സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് വരുമ്പോൾ, ഗ്യാസ് കയറുമോ അല്ലെങ്കിൽ വയറുവേദന വരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളപ്പോൾ, പിന്നെ അവർക്ക് മോഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ ഒക്കെ കുഞ്ഞുങ്ങൾ എണീക്കാറുണ്ട്. ഇനി 2 ആഴ്ച കഴിഞ്ഞ്, അതായത് ബേബി ഉണ്ടായപ്പോഴുള്ള ബർത്ത് വെയിറ്റ് തിരിച്ച് ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ എണീക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ബേബി. ഈ ബേബിയുടെ അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ വേക്ക് ടൈംസ് വളരെ ചെറുതായിരിക്കും ഉണ്ടായിട്ടുള്ള ആദ്യത്തെ 3 മാസത്തിലൊക്കെ. അത് 1 മണിക്കൂറിന് താഴെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം അവർ ഉറങ്ങുന്ന ഒരു ടൈമാണ്. ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിരിക്കുന്ന ബേബീസ് രാവിലെ അധികം ഉറങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ രാത്രി മുഴുവൻ കരച്ചിലായിരിക്കും. അങ്ങനെയുള്ള ബേബീസ് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തളർന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങും, വീണ്ടും എണീറ്റ് വീണ്ടും കരയും, ഇറിറ്റേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ബേബീസിനാണ് ഈ ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നത്. പിന്നെ അണ്ടർ സ്റ്റിമുലേറ്റഡ് ബേബി, പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങും, പാല് കുടിക്കാൻ വരെ എണീക്കുന്നില്ല, അപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് കരച്ചിലും പാലുകൂടിയും തന്നെയാണ്. ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ മുഴുവൻ കിടന്നുറങ്ങി അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആവശ്യത്തിന് പാല് കുടിക്കുന്നില്ല. അപ്പോൾ ഈ പാല് കുടിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ അവർ എണീക്കുന്നു, പാല് കുടിക്കുന്നു. ഈ ഒരു സൈക്കിൾ നമുക്ക് തിരിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞിനെ രാത്രി അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങും. ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം കുട്ടികൾ ഒരു 3 to 4 hours ഒരു പാലുകൂടി കഴിഞ്ഞ് കിടന്നുറങ്ങേണ്ടതാണ്. അപ്പോൾ അമ്മയ്ക്കും ഈ ഒരു 4 hours ഒറ്റൊരു സ്ട്രെച്ചിൽ കിടന്നുറങ്ങാൻ കിട്ടേണ്ടതാണ്. ഈ കാരണങ്ങളല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് കാരണങ്ങൾ വരുന്നത്? ഹാബിച്വൽ അവേക്കനിങ്, അതായത് എല്ലാ ദിവസവും കൊച്ചെണീക്കുമ്പോൾ നമ്മളും ലൈറ്റൊക്കെ ഇട്ട് കുഞ്ഞിനെ താലോലിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾക്കും അതൊരു ഹാപ്പി ടൈമാണ്, അവർ വേറെ പണിക്കൊന്നും പോകുന്നില്ല, കൊച്ചിനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആ ഒരു ടൈം ആകുമ്പോൾ എണീറ്റ് കളിക്കാനുള്ള ടെൻഡൻസി വരും. തേർഡ്, സെപ്പറേഷൻ ആങ്സൈറ്റി. ഇത് കുറച്ചും കൂടി വളർന്നു ഒരു 9 മാസമൊക്കെ എത്തുന്ന കുട്ടികളിലാണ് സെപ്പറേഷൻ ആങ്സൈറ്റി യൂഷ്വലി കാണാറ്. അമ്മയിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് പേടിയാവും, അവർ അമ്മയും വേറെ വേറെ ആണെന്ന് ഒരു തിരിച്ചറിവ് വരുന്ന ഒരു ടൈമാണത്. സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവുമ്പോൾ ഈ ഒരു രാത്രി എണീറ്റ് കരച്ചിലും ബഹളമൊക്കെ കോമൺ ആണ്. അപ്പോൾ അന്നേരം നമുക്ക് റീഅഷ്യൂർ ചെയ്ത് കുട്ടീനെ കിടത്തി ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും കുട്ടി കിടന്ന് ഉറങ്ങും.